ക്ലിയർ ആയിട്ടുണ്ടല്ലോ സ്കിന്നില്ലേ? ഫേഷ്യൽ കഴിഞ്ഞ സമയത്തും ഇവിടൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം പൊതുവെ ആൺകുട്ടികൾ സംസാരിക്കുമ്പം വലിയൊരു തുമ്പ പോലെ ഇല്ലാണ്ടല്ലോ സംസാരിക്കുക. ഇത് അതേപോലെ കുറച്ചൊരു വിവരം ഉണ്ടായിട്ട് പറയണോ തോന്നി എനിക്ക്. അശ്വതിന്റെ ഇത് പറഞ്ഞു എങ്ങനെയൊക്കെ വേണ്ടത്. ലൈറ്റ് ആയിട്ട് ഹെവി ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ഉണ്ട്. കണ്ണ് കുറച്ച് ചെറുതാണ്, കുറച്ച് ഉടർന്നു വെക്കണം. പിന്നെ ഡ്രൈ ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ലിപ്പ് ബാം ഇട്ടുണ്ടായിരുന്നില്ലേ വീട്ടിൽ നിന്ന്? ഇന്നലെ ഒന്നും ഇട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലിപ്പ് ബാം ഇട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ചെയ്യുമ്പോൾ ഇതളവ് പല്ലിലേക്കാവും. അപ്പൊ നമുക്ക് എപ്പോഴും അതിന് മുന്നിട്ടിട്ട് അത് തുടച്ച് കളഞ്ഞിട്ട് തന്നെ ലിപ് കളർ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇളകും, അല്ലാതെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര വലിയലുണ്ടോ? പിന്നെ എനിക്കൊന്ന് ആള് പെട്ടെന്ന് വായ ഉണങ്ങുന്ന ടൈപ്പാണ് അല്ലേ? അരക്കെട്ട് വെള്ളം കുടിച്ചു വന്നു. വേറെ കണ്ടീഷനൊന്നുമില്ല അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ട. എല്ലാം പറഞ്ഞത് കണ്ണെങ്ങനെ വേണം, ലിപ്പ് എങ്ങനെ വേണം എന്നൊക്കെ അന്ന് വന്നില്ലേ? അന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞൊക്കെ നിന്നിട്ടാ പോയത്. ലിപ്പ് കുറച്ചുകൂടെ മേലേക്ക് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ ആൾക്ക് മേക്കപ്പ് ആയിട്ട് ബന്ധമുള്ള ആൾക്കാർ സംസാരിക്കുമല്ലോ, അതേപോലെയാണ് സംസാരിക്കുന്നത്. കാരണം പൊതുവെ ആൺകുട്ടികൾ സംസാരിക്കുമ്പം വലിയൊരു തുമ്പ പോലെ ഇല്ലാണ്ടല്ലോ സംസാരിക്കുക. ഇത് അതേപോലെ കുറച്ചൊരു വിവരം ഉണ്ടായിട്ട് പറയണോ തോന്നി എനിക്ക്. അതാ ഞാൻ ചോദിച്ചത്. പൊതുവെ ആൺകുട്ടികൾ എന്തെങ്കിലൊക്കെയാണ് പറയാ, ഇതായിട്ടൊരു ബന്ധമില്ലാണ്ട്. അതാ ഞാൻ ചോദിച്ചത് ആളെന്താണ് പ്രൊഫഷൻ എന്നുള്ളത്. വിചാരിച്ചിരുന്നു രാത്രി, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളെ കല്യാണത്തിന് പോലെ അങ്ങനെ വല്ലതും വിചാരിക്കും. അന്ന് മൊത്തം കിളിപോയ അവസ്ഥയായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. വിചാരിച്ച സംഗതികളൊന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ സ്കിൻ അങ്ങനെ ഒരു ഇതായിട്ടല്ല കേട്ടോ കാണുന്നത്. അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും തോന്നുന്നില്ല. മാക്സിമം കെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചുരുങ്ങിയ ദിവസം. നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലോ സ്കിന്നില്ലേ? ഫേഷ്യൽ കഴിഞ്ഞ സമയത്തും ഇവിടൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ അണ്ടറിൽ കുറച്ചൊരു നാക്കുണ്ട് അല്ലേ? ടാനുണ്ട് നല്ല പോലെ. ഈ ഒരു ഫോറഡ് ചെയ്യല്ലേ? അത് വെയിലുണ്ട് നന്നായിട്ട്. എന്താ ചെയ്യുന്നത്? ഇവിടെ തന്നെ. ഓ, നമ്മളെ ഫസ്റ്റ് ബ്രൈഡും കൊച്ചി തന്നെയാണല്ലോ. ടെക്നോ പാർക്കിലോ? എന്താ ടെക്നോ പാർക്കല്ല, അല്ല ടെക്നോ പാർക്കാണ്. എന്തേന്ന് പറഞ്ഞ ഇൻഫോ പാർക്ക് അവിടെ തന്നെയാണോ? ഇന്നത്തെ എല്ലാ ബ്രൈഡും ഒരേ പോലത്താണോ? ഞാൻ ആദ്യം ടെക്നോ പാർക്കായിരുന്നു. ഇത് മൈലാഞ്ചി ഇടുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് ഒരു ചൊറി വരിക. അതേപോലെയാണ് മേക്കപ്പ് ഇടുന്ന സമയത്തും ചൊറിയാനുള്ളൊരു ടെൻഡൻസി കൂടും. കയറിട്ട് കെട്ടിയ പോലെയാ. ഇഷ്ടായോ? സത്യായിട്ടും ഹാപ്പിയാണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഏട്ടൻ പറഞ്ഞ പോലെ ബ്രൈഡ് ആയിണ്ടോ? എന്നാല് അശ്വതി വിചാരിച്ച പോലത്തെ ബ്രൈഡ് ആയിട്ടുണ്ടോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെയാണ്, ഹാപ്പിയാണ്. നമുക്ക് വീണ്ടും കാണാം. എനിക്ക് പക്ഷെ കസിൻ ആരാന്നാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടിട്ട്. എനിക്ക് എന്റെ മൈൻഡിൽ ആളെ വരുന്നില്ല. എന്റെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞില്ലേ കസിൻ ആഗ്രഹം സാധിച്ചു. അപ്പൊ ഇനി എന്നെ കസിൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ആഗ്രഹിക്കാൻ വേണ്ടി കാണാം. നമുക്ക് കാണാം. ഇവിടെ ആയിരിക്കും. താങ്ക് യു.